പ്രിയ സഹകാരി സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഉദ്യോഗാർത്ഥികളെ, 2023 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് പ്രാബല്യത്തിൽ വന്നതായി നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഈ ഭേദഗതികളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യാൻ മറക്കല്ലേ. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 ഇത് 2024 ഏപ്രിൽ 26 ഗവർണർ ഒപ്പുവെച്ചതോടെ നിയമമായി കഴിഞ്ഞു. ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള തീയതി 2024 ഏപ്രിൽ 6 ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി 2024 ഏപ്രിൽ 6 ആക്ട് 9 നിയമം അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ 74-ാം വർഷത്തിലാണ് നിയമമായിട്ടുള്ളത്. ഈ അവസരത്തിൽ KCS ആക്ട് 1969 നിയമമായത് ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ 19-ാം വർഷത്തിലാണെന്ന് എല്ലാവരും ഓർക്കുമല്ലോ. നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് 2-ാം വകുപ്പിൻ്റെ ഭേദഗതിയാണ്. 2-ാം വകുപ്പ് നിർവചനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ആദ്യമായി സെക്ഷൻ 2 സബ്സെക്ഷൻ AB ആണ്. എന്താണ് സെക്ഷൻ 2 സബ്സെക്ഷൻ AB എന്ന് പറയുന്നത്? ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ AB ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിൽ കൂട്ടി ചേർത്തിട്ടുള്ളത് ഇനി പറയും പ്രകാരമാണ്: ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ഓഡിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡാറ്റ ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ കമ്പ്യൂട്ടറൈസ്ഡ്. അതായത് അക്കൗണ്ടുകൾ കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ മുഖേനയുള്ള ഒത്തുനോക്കലും അതുപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഓഡിറ്റും ഡാറ്റ മൈഗ്രേഷനും ഉൾപ്പെടുന്നു. അടുത്തതായിട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ AD ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ AD ഒരു ഇൻസർഷനാണ്, അതായത് പുതുതായിട്ട് ഉൾപ്പെടുത്തിയതാണ്. എന്താണ് സെക്ഷൻ 2 സബ്സെക്ഷൻ AD? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. നമുക്കറിയാം, കോപ്പറേറ്റീവ് ഓഡിറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൂടി ഉൾപ്പെട്ടതാണ്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന് ഒരു നിർവചനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിർവചനം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കംപ്ലയൻസ് ഓഡിറ്റും പെർഫോമൻസ് ഓഡിറ്റും IT ഓഡിറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്താണെന്ന് ഞാൻ പറയാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് മീൻസ് എ ക്ലോസ് അസസ്മെൻറ്റ് ഓഫ് ഓൾ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് its activities were useful in promoting the economic welfare of the members in accordance with the cooperative principles, and it includes compliance audit, performance audit as well as IT audit. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന് ഒരു ഡെഫിനിഷൻ ഈ 2023 അമെൻമെൻറ്റോടുകൂടി വന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ DB ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ DB അതും പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ്. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ DB എന്നത് കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, അതായത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ എന്നാണ്. അപ്പോൾ എന്താണ് കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന ഭേദഗതി നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് ആൻ ഇഫക്റ്റീവ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ദാറ്റ് കവേഴ്സ് ദ കംപ്ലീറ്റ് ഡേ ടു ഡേ ഫങ്ഷൻ ഓഫ് primary agricultural credit societies
ത്രൂ സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ. അപ്പോൾ നമുക്ക് സെക്ഷൻ 2 സബ്സെക്ഷൻ DB എന്താണെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. അടുത്ത ഭേദഗതി സെക്ഷൻ 2 സബ്സെക്ഷൻ DC ആണ്. അതും ഇൻസർഷൻ തന്നെയാണ്, കൂട്ടിച്ചേർക്കലാണ്. കൺസോഷ്യം ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കൺസോഷ്യം എന്താണ്? കൺസോഷ്യം മീൻസ് എ ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോംഡ് ബേസ്ഡ് ഓൺ എ കോമൺ ഒബ്ജക്റ്റീവ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ എൻറ്റിറ്റി ഫോർ റേസിംഗ് ഫണ്ട്സ് ഫോർ പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പബ്ലിക് പർപ്പസ്. ശ്രദ്ധിക്കണം, ഫോർ പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പബ്ലിക് പർപ്പസ് വിത്ത് ദ അപ്രൂവൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് പൊതു ആവശ്യത്തിന് സഹായം ലഭ്യമാക്കാൻ ഫണ്ട് സ്വരൂപിക്കുന്നതിനായിട്ട് പുതിയൊരു സ്ഥാപനം രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് സെക്ഷൻ 2 സബ്സെക്ഷൻ IB ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ IB എന്താണ്? ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നതിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത് എന്താണ് നമുക്ക് നോക്കാം. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിംഗ് the state government, individuals and other cooperative societies as its members. അതിനകത്ത് ആ സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് വായിച്ചു, അതിൽ ഗവൺമെൻറ് എന്ന് മാത്രമാണ് മുമ്പുണ്ടായിരുന്നത്, അവിടെ സ്റ്റേറ്റ് എന്ന് കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. മാത്രമല്ല, ബട്ട് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി ഷാൽ നോട്ട് എക്സീഡ് 25% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. അതായത് സംഘത്തിലെ വ്യക്തിഗത അംഗങ്ങളുടെ എണ്ണം സംഘത്തിൻ്റെ മൊത്തം അംഗസംഖ്യയുടെ 25% കൂടാൻ പാടുള്ളതല്ല എന്ന വ്യവസ്ഥ കൂടി വെച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് സെക്ഷൻ 2 സബ്സെക്ഷൻ OAA നോക്കാം. അതിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ OAA എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്താണ്? ഇറ്റ് മീൻസ് എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, എ ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഓർ റൂറൽ ബാങ്ക് ഹാവിംഗ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ വില്ലേജ്, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ആൻഡ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓർ പ്രിൻസിപ്പൽ ബിസിനസ് ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് financial accommodation to its members for agricultural purposes or allied agricultural activities. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കൂട്ടിച്ചേർക്കൽ അവിടെ വരുന്നത്. ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഷാൽ ബി ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ. എന്ന് വെച്ചാൽ എന്താ? അതായത് ലോണിൻ്റെയും അഡ്വാൻസിൻ്റെയും കൊടുക്കുന്നതിൻ്റെ, ലോണും അഡ്വാൻസൊക്കെ കൊടുക്കുന്നതിൻ്റെ പലിശ നിരക്കും അതുപോലെ തന്നെ പ്രവർത്തന പരിധിയും രജിസ്ട്രാർ നിശ്ചയിക്കുന്നതായിരിക്കും എന്നാണ് ആ സെക്ഷൻ 2 സബ്സെക്ഷൻ OAA എന്ന് പറയുന്ന പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഭാഗം. അടുത്താണ് നമുക്ക് സെക്ഷൻ 2 സബ്സെക്ഷൻ OB. സെക്ഷൻ 2 സബ്സെക്ഷൻ OB എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്താണ്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി മീൻസ് അതർ ദാൻ പാക്സ്, അതായത് അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അത് മുമ്പുണ്ടായിരുന്നത് അതർ ദാൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി എന്നായിരുന്നു. അതിനു പകരം ഇപ്പോൾ അതർ ദാൻ പാക്സ് എന്ന് ചേർത്തിരിക്കുന്നു. അതുപോലെ തന്നെ ദ പ്രൈമറി object or principal business is to accept deposit from members and lending to its members or investments and the bylaws of which do not permit admission of any other cooperative societies as its members. അതാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അതിൻ്റെ ഇത്തരം സഹകരണ സംഘത്തിൻ്റെ ബൈലോയിൽ
മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അംഗങ്ങളെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ അംഗങ്ങളാക്കി ചേർക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിരിക്കാനും പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക. അതാണ് സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാറ്റം. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ OD ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ OD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എന്താണ് അത് പറയുന്നത്? സെക്ഷൻ 2 സബ്സെക്ഷൻ OD എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അല്ലേ. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് ജൂറിസ്ഡിക്ഷൻ ഓവർ എനി സ്പെസിഫൈഡ് ഏരിയ. ഈ ഓവർ എനി സ്പെസിഫൈഡ് ഏരിയ എന്നുള്ളതിൽ മുമ്പുണ്ടായിരുന്നത് ഓവർ എ റവന്യൂ ഡിസ്ട്രിക്റ്റ് എന്നായിരുന്നു. അതിന് പകരം ഇവിടെ പറയുന്നത് ഓവർ എനി സ്പെസിഫൈഡ് ഏരിയ ഇൻ 1 റവന്യൂ ഡിസ്ട്രിക്റ്റ്. അത് വിത്തിൻ 1 റവന്യൂ ഡിസ്ട്രിക്റ്റ് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഓവർ എനി സ്പെസിഫൈഡ് ഏരിയ ഇൻ 1 റവന്യൂ ഡിസ്ട്രിക്റ്റ്, ഒരു റവന്യൂ ജില്ലയിൽ എത്രയാണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഏരിയ വെച്ചാൽ അത് മനസ്സിലായോ, ജൂറിസ്ഡിക്ഷൻ. ഓർ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് അങ്ങനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ജില്ലയിൽ കൂടുതൽ, ഓർ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ഹാവിങ് ഇൻഡിവിജ്വൽസ്, അതർ സൊസൈറ്റീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. അത് കൂട്ടിച്ചേർത്തു. അതായത് മുമ്പുണ്ടായിരുന്നത് ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ സൊസൈറ്റീസ് എന്ന് മാത്രമായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നും കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഓക്കെ, സെക്ഷൻ 2 സബ്സെക്ഷൻ P ആണ് അടുത്തതായിട്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ P എന്ന് പറയുന്നത് എന്താണ്? രജിസ്ട്രാർ ആണ്. എല്ലാവർക്കും അറിയാം സെക്ഷൻ 2 സബ്സെക്ഷൻ P രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു മാറ്റം വരുത്തലാണ് ഈ സെക്ഷൻ 2 സബ്സെക്ഷൻ Pയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ അപ്പോയിൻറ്റഡ് എനി പേഴ്സൺ ആസ് പെർ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 എനി പേഴ്സൺ എന്ന് പറയുന്ന വാക്ക്, ആ എനി പേഴ്സൺ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് എനി അതർ ഓഫീസേഴ്സ്, എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാക്കിയിരിക്കുന്നു. എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്ക് സെക്ഷൻ 2 സബ്സെക്ഷൻ P മുമ്പുണ്ടായിരുന്നത് രജിസ്ട്രാർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ആൻഡ് ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ. ആ എനി പേഴ്സൺ അതായത് ഏതൊരു ആളെയും എന്ന് പറഞ്ഞിരിക്കുന്നത് മാറ്റിയിട്ട് ഏതൊരാളെയും എന്നല്ല വേണ്ടത്, ശരിക്കും എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാക്കിയത്. വളരെ സുപ്രധാനമായൊരു മാറ്റമാണ്. ഈ പറയുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ Pയിൽ വന്നിട്ടുള്ള മാറ്റം തന്നെ നമ്മൾ ഇനി സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പഠിക്കുമ്പോൾ അവിടെയും ഉണ്ട് ഇതേ മാറ്റം തന്നെ. അവിടെയും എനി പേഴ്സൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് അക്കോർഡിംഗ് ടു സെക്ഷൻ 3 സബ്സെക്ഷൻ 2 അവിടെയും പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും പറയുന്നത് ആ പേഴ്സൺ എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനമായൊരു മാറ്റമാണ്. അടുത്തതായിട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ QBA ആണ്. QBA ഇൻസർട്ട് ചെയ്തിരിക്കുകയാണ്, കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. എന്താണ് സെക്ഷൻ 2 സബ്സെക്ഷൻ QBA? സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, സാമൂഹ്യ സഹകരണ സംഘങ്ങൾ. സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോംഡ് ഫോർ ദ വെൽഫെയർ ഓഫ് സോഷ്യൽ ക്ലാസസ് ലൈക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, ഏജ്ഡ് പേഴ്സൺസ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഡിപ്രസ്ഡ് പേഴ്സൺസ് ഓർ മെൻ്റലി ചലഞ്ച്ഡ് പേഴ്സൺസ്. അതായത് ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും അതുപോലെ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്കൊക്കെ അത്തരം വിഭാഗത്തിലുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് സാമൂഹ്യക്ഷേമ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ QBA, ദാറ്റ് ഈസ് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതൊക്കെ പരീക്ഷയ്ക്ക് ഇൻസർഷനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അടുത്ത ഭേദഗതി എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ RA ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ RA എന്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ RA എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ്
അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതായത് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കാണ്. അതിൻ്റെ മുൻപിൽ, അതായത് SCARDB എന്നുള്ളതിൻ്റെ മുൻപിൽ ഒരു കെ ചേർത്തു. കെ ചേർക്കുമ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാക്കി. അത്രേ ഉള്ളൂ. മുമ്പ് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് എന്നുള്ളതിന് കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് എന്ന് ആക്കി. അതാണ് ഈ സെക്ഷൻ 2 സബ്സെക്ഷൻ RAയിലെ മാറ്റം. ലാസ്റ്റ് വൺ സെക്ഷൻ 2 സബ്സെക്ഷൻ U വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അത് മാറ്റിയിട്ട് ഇപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് അടുത്ത ഒരു സെക്ഷനും കൂടെ കൊണ്ടുവന്നു. ആ സെക്ഷനാണ് 2 സബ്സെക്ഷൻ V. അത് കൂട്ടിച്ചേർത്തതാണ്. അത് വളരെ സുപ്രധാനമായ ഒരു കൂട്ടിച്ചേർക്കലാണ്. അത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ്. വാട്ട് ഈസ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് cooperative society which are registered to promote entrepreneurship, new technology, innovations and startups with the objective to generate employment and income and the welfare of youth and having its area of operation within one district. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആ ഉദ്ദേശം നോക്കൂ. ടു ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ആൻഡ് ദ വെൽഫെയർ ഓഫ് യൂത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ പോയിൻ്റ്. അതിന് വേണ്ടിയിട്ടാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപവൽക്കരിച്ചിട്ടുള്ളത് തന്നെ. അതായത് ഇൻകം, യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള സംഘങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. ടെക്നോളജി, ന്യൂ ഇന്നോവേഷൻസ് ഒക്കെ. അപ്പോൾ യുവജനങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള കൂട്ടിച്ചേർക്കലാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ V എന്ന് പറയുന്ന യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് വിത്തിൻ 1 ഡിസ്ട്രിക്റ്റാണ്. എന്തായാലും 2013 സഹകരണ നിയമ ഭേദഗതിക്ക് ശേഷം വളരെ സുപ്രധാനമായ ഭേദഗതികളോടെയാണ് ഈ പറയുന്ന 2023 അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നിർവചനം പഠിക്കുക. നിർവചനത്തിന് ശേഷം ഇനി അടുത്ത മാറ്റങ്ങളൊക്കെ, അമെൻമെൻറ്റുകളൊക്കെ നമുക്ക് ഓരോരോ പുതിയ വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. അതുവരേക്കും ഓക്കെ, ഗുഡ് ബൈ.